പത്തനംതിട്ട ആറന്മുളയിൽ ജലനിരപ്പ് ഉയരുന്നു. റാന്നിയിലും മലയോര മേഖലയിലും കടുത്ത ജാഗ്രത തുടരുകയാണ്. ശബരിമല വനമേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ശബരിമല മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് മൂഴിയാർ ഡാം ഇന്ന് തുറന്നേക്കും. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അതിഥി തൊഴിലാളികളടക്കം ദുരിതത്തിലാണ്. 2 ദിവസമായി ഭക്ഷണമടക്കം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും അറിയാം, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അവർക്ക് ക്യാമ്പിൽ അവർ തങ്ങുകയാണ്. അവിടെ കൃത്യമായ രീതിയിൽ ഭക്ഷണം എത്തുന്നില്ല. ആ തൊഴിലാളികൾ തന്നെ പറഞ്ഞു 2 ദിവസമായിട്ട് അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല, വൈദ്യുതിയില്ല, വെളിച്ചമില്ല എന്നൊക്കെ പരാതിയാണ് ആളുകൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് തൊഴിലെടുക്കാനായി എത്തിയ ആളുകളാണ്. അവർക്ക് കൃത്യമായ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ MLA ആണ്. നമ്മൾ എടുത്തു പറയാൻ കാരണം, MLA ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു എന്ന തരത്തിൽ മെസ്സേജ് അയക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന റീലുകളൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ വേണ്ട തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. ഈ അതിഥി തൊഴിലാളികൾ പറഞ്ഞ 2 ദിവസമായി അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. ഒരു മുറിയിൽ 26 പേരാണ്. അവിടെ വൈദ്യുതിയില്ല, വെള്ളം മാത്രം കിട്ടിയെന്നാണ് അതിഥി തൊഴിലാളികൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം. നമ്മൾ ആ ബൈറ്റ് അയച്ചിട്ടുണ്ട്, അത് പ്ലേ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആറന്മുളയിലെ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തന്നെ ആറന്മുളയിലെ വിവിധ ക്യാമ്പുകളിൽ വല്ലന SNDP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ അവിടെ രാവിലെ ഭക്ഷണമില്ലായിരുന്നു, അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. DYFI പ്രവർത്തകരെത്തിയാണ്, യൂത്ത് ബ്രിഗേഡ് ടീം എത്തിയാണ് ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നത്, അവിടെ ഭക്ഷണം എത്തിച്ചത്. മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മല്ലപ്പഴശ്ശേരിയിൽ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് CPMന്റെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരെത്തി അവിടെ ജനറേറ്റർ സ്ഥാപിച്ചാണ് വൈദ്യുതി എത്തിച്ചത്. കാഞ്ഞിരവേലിയിലേക്ക് എത്തുമ്പോൾ അവിടെ 300ഓളം കുടുംബം ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അവിടെ ഭക്ഷണം എത്തിക്കാൻ MLAക്കായില്ല. DYFI പ്രവർത്തകർ വള്ളത്തിലും ചെറുവള്ളങ്ങളിലും തലച്ചുമുടുമായിട്ടാണ് അവിടെ ഭക്ഷണം എത്തിച്ച് പാചകം ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തത്. അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ, നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും പരാതികൾ ഉയർന്നു വരികയാണ്. ആ പരാതികൾക്കിടയിലും MLAയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന പരാതിയാണ് ഉയർന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ക്യാമ്പിലെ സ്ഥിതി ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പമ്പാ നദിയുടെ കുറുകെയുള്ള കോഴഞ്ചേരി വലിയ പാലത്തിലാണ്. നമുക്കറിയാം, കോഴഞ്ചേരിയിലെ ഈ ഭാഗത്ത് പമ്പാ നദിയിലെ ജലനിരപ്പ് നമുക്ക് കാണാൻ സാധിക്കും. റാന്നിയിൽ നിന്ന് വരുന്ന പമ്പാ നദി ഈ വഴിയാണ് പോകുന്നത്. റാന്നിക്ക് മുമ്പായി, അതായത് ശബരിമല വനമേഖലയിൽ ശക്തമായ മഴയാകുമ്പോൾ അവിടുന്ന് പമ്പാവലി വഴി റാന്നി നഗരത്തിലേക്ക് വെള്ളം എത്തും. ആദ്യം പിന്നീട് എത്തുന്ന കോഴഞ്ചേരിയിലേക്കാണ്. റാന്നിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ ഒഴുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂഴിയാർ ഡാം 192 അടി എത്തിയ സാഹചര്യത്തിൽ, അത് അതിനടുത്തോളം എത്തിയ സാഹചര്യത്തിൽ, പരമാവധി സംഭരണശേഷിയിൽ എത്തുന്ന സാഹചര്യത്തിൽ തുറന്നു വിടാനുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ പമ്പയാറിൻ്റെ തീരത്തുള്ള ഒരു ജാഗ്രത പാലിക്കുന്നതാണ്. പമ്പയാറിൽ ജലനിരപ്പ് വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 2 വീടുകൾ പൂർണ്ണമായി ഈ നദിയുടെ അരികിലുള്ള 2 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ കാണുന്നൊരു കാഴ്ച. നമ്മൾ രാവിലെ പോയത് ഐക്യല ജംഗ്ഷനിലാണ്, കോഴഞ്ചേരി. അവിടെ അരയോളം പൊക്കമായിട്ട് വെള്ളമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാൾ പൊക്കത്തിൽ വെള്ളം എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പമ്പാ നദിയുടെ പുതിയ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പുതിയ പാലത്തിലേക്ക് ക്യാമറമാൻ അഖിലേഷ് ആ ദൃശ്യങ്ങൾ അതുകൊണ്ടൊന്ന് കാണിക്കാം. ആ പുതിയ പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ പില്ലറുകൾ അറിയാം. ഏതാണ്ട് ഒരു 80% പില്ലറുകൾ മുങ്ങി നിൽക്കുകയാണ്. നേരത്തെ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ പൂർണ്ണമായി കാണാവുന്ന പില്ലറുടെ സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 80% ഈ പില്ലറുകൾ പൂർണ്ണമായി മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് കോഴഞ്ചേരിയിൽ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ആളുകൾ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം, കൂടുതൽ കരുതലെടുക്കണമെന്ന മുന്നറിയിപ്പാണ് ജില്ലയുടെ ചുമതലയുള്ള PC വിഷ്ണുനാഥ് MLA നൽകുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഐക്യര ജംഗ്ഷൻ, ഐക്യര ഉന്നതി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ, ആറന്മുളയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും ദുരിതത്തിലാവുന്നത് അടുത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ വഴി പമ്പാ നദി ഒഴുകി എത്തുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ അപ്പർ കുട്ടനാടൻ മേഖലയാണ്. ചാത്തങ്കേരി, പെരിങ്ങര, നെടുമ്പുറം, തിരുമൂലപുരം അങ്ങനെ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ, അവിടെ വേങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറി വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. മാത്രമല്ല, മലയോര
മലയോര മേഖല വരുമ്പോൾ അതിനുശേഷം നമുക്ക് മറുഭാഗത്തേക്ക് വരുമ്പോൾ മറ്റ് ആറുകളെല്ലാം തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമലയാറൊക്കെ തന്നെ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മല്ലപ്പള്ളി പോലെ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ പമ്പയാറിൽ കൂടെ വലിയ തടിക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വരുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. വലിയ ശക്തമായ ഒഴുക്കാണ്. എന്തായാലും പത്തനംതിട്ടയിൽ പ്രളയഭീതി ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും പെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ വെള്ളം വലിഞ്ഞു തുടങ്ങിയിരുന്നു, വെള്ളത്തെ തിരിച്ചിറങ്ങി തുടങ്ങിയിരുന്നു. അതിപ്പോൾ വീണ്ടും വെള്ളം കയറുന്നൊരു സാഹചര്യമാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വലിയ പരാതികളും ഉയരുന്നത്. ഇത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും CPM പ്രവർത്തകരൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ ഒരു വലിയ ജനപങ്കാളിത്തം ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നു എന്നത് ആശ്വാസകരമായൊരു നടപടി കൂടിയാണ്. ഇപ്പം ഈ സ്ഥലത്ത് ഈ കോഴഞ്ചേരിയിൽ ശക്തമായ മഴയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചേട്ടാ, മഴ എങ്ങനെയാ, കൂടുവാണോ? ഇപ്പം രാവിലത്തെല്ലാം കുറവാ, രാത്രി നിർത്താതെ മഴയാണ്. എൻ്റെ വീട് ഇവിടെ കോഴഞ്ചേരി വഞ്ചിത്ര. ഞങ്ങളുടെ താഴെ വരെയുണ്ട്. നദി കണ്ടിട്ട് പമ്പ കണ്ടിട്ട് വലിയ ശക്തമായി ഒഴുക്കാൻ തോന്നുന്നു. അത് അല്ലേലും ഉണ്ടാവും. 2018 എങ്ങനെയായിരുന്നു? എങ്ങനെ 2018 ഇതിലും ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. എന്തായാലും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ആന്ന് ഡാം തുറക്കുമെന്നാ പറയുന്നത്. ഡാം തുറന്നാൽ വെള്ളം പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. ഉണ്ട്, പക്ഷെ തുറന്നില്ലെന്ന് അറിയത്തില്ല. തുറന്ന് വിട്ടിട്ടായിരിക്കും ഈ പറച്ചില്, അല്ലെ പിന്നെ ഇത്രയും വെള്ളം കൂടിയില്ല. വെള്ളം പെട്ടെന്ന് കൂടിയുണ്ടോ അങ്ങനെ സംശയം പറഞ്ഞല്ലേ? എന്തായാലും അദ്ദേഹം ശരി കേട്ടോ, പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചില സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ്. വെള്ളം കൂടുന്നൊരു സാഹചര്യം. ചേച്ചി, മഴയൊക്കെ എങ്ങനെ ഉണ്ട്? മഴ കൂടുകയാണ്. മഴ കൂടുവാ. വീടെവിടാ? വീട് ഇവിടെ നാരങ്ങാണ്. അവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. രാത്രി മഴയുണ്ടായിരുന്നോ? രാത്രി മഴയുണ്ടായിരുന്നു. ശക്തമായ മഴയായിരുന്നോ? അല്ല, എന്നാലും ഒരുമാതിരി മഴയുണ്ടായിരുന്നു. വെളുപ്പിനെയൊക്കെ ഉണ്ടായിരുന്നു മഴ. രാത്രി കാലങ്ങളിലും മഴയുണ്ട്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ, ചിലയിടങ്ങളിൽ ഇടവിട്ട് മഴ ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനും പത്തനംതിട്ടയിലെ സ്ഥിതിവിശേഷങ്ങൾ ഇങ്ങനെയാണ്. ആര്യ.